Hi, welcome. Module 5. Module 5 Balancing of rotating masses. Balancing of rotating masses. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ മോഡ്യൂൾ 5-ൻ്റെ പാർട്ട് ബി എന്ന് പറയുന്നതിൻ്റെ അകത്ത് ചോദിക്കാൻ പറ്റുന്ന പ്രോബ്ലമാറ്റിക് ചോദ്യത്തിൻ്റെ അകത്ത് പാർട്ട് എ ഓറും ഉണ്ട്, പാർട്ട് ബി ഓറും ഉണ്ട്. എന്നിട്ട് പാർട്ട് എ ഓർ എന്ന് പറയുന്നത് ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് മാസസ് ആണ്. പാർട്ട് ബി ഓർ എന്ന് പറയുന്നതാണ് ബാലൻസിങ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് മാസസ്. റൊട്ടേറ്റിംഗ് മാസസും ഉണ്ട്, റെസിപ്രോക്കേറ്റിംഗ് മാസസും ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. റൊട്ടേറ്റിംഗ് മാസസ് കുറച്ച് എളുപ്പമാണ്, റൊട്ടേറ്റിംഗ് മാസസ് ആണ് പറയാൻ പോകുന്നത്. അപ്പം ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് മാസസ് ഈ ഒരു 5th മോഡ്യൂൾ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കിൻ്റെ അകത്ത് വെറും 4 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ആ 4 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അതാണ്ട് ഇതാണ് ആ 4 ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്, നാലാമത്തെ ക്വസ്റ്റ്യൻ ഇത്. ഇതാണ് 4 ക്വസ്റ്റ്യൻസ്. ഈ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോഡ്യൂൾ 5 നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഷുവറാണ്. കാരണം ഈ ഒരു 4 പാറ്റേൺ ആണ് തിരിച്ചും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരി. ഇനി ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് മാസസ്, ഇതിൻ്റെ അകത്ത് 2 ഡീവിയേഷൻ ഉണ്ട്. ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് മാസസ് ഓൺ സെയിം പ്ലെയിനും ഉണ്ട്, ഓൺ ഡിഫറൻറ്റ് പ്ലെയിനും ഉണ്ട്. ഓക്കെ, ഡിഫറൻറ്റ് പ്ലെയിനും ഉണ്ട്. ഓൺ സെയിം പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാമല്ലോ അല്ലേ? ഓക്കെ, ഓൺ സെയിം പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഷാഫ്റ്റ്. ഈ ഒരു ഷാഫ്റ്റ് വന്നിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഷാഫ്റ്റിൽ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ നമ്മളാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം കയറ്റി പിടിപ്പിച്ചു. അതുപോലെ തന്നെ ഇത് ഇത്രയാണ് ഒരു പ്ലെയിൻ എന്ന് വിചാരിക്കുക. ഈ ഒരു ഭാഗം എത്രയാണ് ഒരു പ്ലെയിന്. ഇവിടെ ഒരെണ്ണം പിടിപ്പിച്ചു, ഇവിടെ ഒരെണ്ണം പിടിപ്പിച്ചു, ഇവിടെ ഒരെണ്ണം പിടിപ്പിച്ചു, അങ്ങനെ വിചാരിക്കുക. അപ്പം ഈ 3 എണ്ണം വെക്കുവാണെങ്കിൽ ഒന്ന് ഇവിടെ ഇരിക്കും, ഇനി ഒരെണ്ണം ഇവിടെ ഇരിക്കും, ഇപ്പുറം ഇരിക്കും, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. എല്ലാം ഒരു പ്ലെയിനിലായിട്ട് ഇങ്ങനെ നിൽക്കും അല്ലേ? ശരിയല്ലേ? എല്ലാം ഒരു പ്ലെയിനിലായിട്ട് നിൽക്കും, ഇങ്ങനെ നിൽക്കും. അതാണ്, അതായത് ഇതൊരു പ്ലെയിനാന്ന് വിചാരിക്കുക. ഇതൊരു പ്ലെയിൻ, ഇത് ഇത്രയാണ് ഒരു പ്ലെയിൻ എങ്കിൽ ഈ ഒരു പ്ലെയിനിൽ ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിപ്പിക്കുന്നതിനാണ് എന്തോന്ന് ഓൺ സെയിം പ്ലെയിൻ. ഇനി ഡിഫറെൻറ്റ് പ്ലെയിൻ ആണെങ്കിൽ എങ്ങനെ വരും എന്ന് വിചാരിച്ചാൽ, ഇതിപ്പോൾ ഇതിപ്പോൾ ഷാഫ്റ്റ് അപ്പോഴത്തേക്കും ഒരെണ്ണം ഇവിടെ, ഇനി ഒരെണ്ണം ഇവിടെ, ഇനി ഒരെണ്ണം ഇവിടെ, അങ്ങനെ വേറെ സ്ഥലത്ത് ഇങ്ങനെ പിടിപ്പിക്കുന്നതാണ് ഓൺ ഡിഫറെൻറ്റ് പ്ലെയിൻ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഒരെണ്ണം ഇവിടെ വരും, ഒരെണ്ണം ഇവിടെ ആയിട്ട് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നീണ്ടു നിൽക്കും. അപ്പം സെയിം പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഷാഫ്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇത് ഇത്രയാണ് സെയിം പ്ലെയിൻ. ഓക്കെ, ഡിഫറെൻറ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞാലോ ഒന്ന് ഇവിടെ ആയിരിക്കാം, ഇവിടെ ഇപ്പോൾ ഇതൊരു പ്ലെയിൻ, ഇതൊരു പ്ലെയിൻ, ഇതൊരു പ്ലെയിൻ, ഇതൊരു പ്ലെയിൻ, ഇതൊരു പ്ലെയിൻ. അപ്പം ഇതാണ് ഡിഫറെൻറ്റ് പ്ലെയിൻ. ഈ വെക്കുന്ന ഈ മാസസ് എല്ലാം വന്നിട്ട് ഒരേ പ്ലെയിനിൽ തന്നെ ഇരിക്കുന്നെങ്കിൽ അത് ഓൺ സെയിം പ്ലെയിന്. വേറെ പോലെ ആണെങ്കിൽ അത് ഡിഫറെൻറ്റ് പ്ലെയിന്. ഇപ്പോൾ ഡിഫറെൻറ്റ് പ്ലെയിനിനെ ഇപ്പോൾ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും സംഭവം. 1 2 3 4 അങ്ങനെയുള്ള രീതിയിൽ ഇരിക്കുമെന്ന് വിചാരിച്ചോ. ഇങ്ങനെയുള്ള രീതിയിലിരിക്കും. ഇതൊരു ഷാഫ്റ്റ് ആണെങ്കിൽ ഇത് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ വരും. ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നീണ്ടു നിൽക്കാം, ഇവിടെ നിന്ന് ഇങ്ങനെ നീണ്ടു നിൽക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് ഒരു ഷാഫ്റ്റ് ആണെങ്കിൽ ഒരു ഷാഫ്റ്റിൻ്റെ അകത്ത് ഒരേ ഇതിൽ തന്നെയാണ് അങ്ങോട്ടും വേറെ പല ആംഗിളിൽ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്തോന്നാണ് ഓൺ സെയിം പ്ലെയിന്. ഒരു ഷാഫ്റ്റിൻ്റെ അകത്ത് പല ഇവിടെ അങ്ങനെ പല പ്ലെയിനിലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് ഡിഫറെൻറ്റ് പ്ലെയിൻ. അത്രേ ഉള്ളൂ. ജസ്റ്റ് ആ ഒരു കാര്യം മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എന്തെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യാൻ നോക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും സീനായില്ലെങ്കിൽ. ഓക്കെ, അപ്പം ഓൺ സെയിം പ്ലെയിൻ, ഓൺ ഡിഫറെൻറ്റ് പ്ലെയിൻ. ഓക്കെ, അപ്പം സെയിം പ്ലെയിനിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ, അതായത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം ഇങ്ങനെ കറക്കാൻ നിർത്തി ഇപ്പോൾ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ഒരു സാധനം ഇതിനകത്ത് നീണ്ടു നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കറക്കാൻ നേരത്തെ ഇതും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? ഇതിങ്ങനെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് കുറേ ഇങ്ങനെ കറങ്ങാൻ നേരത്തെ ഇതിൻ്റെ അകത്ത് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇങ്ങനെ വരും. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇത് സംഭവം ബാലൻസ്ഡ് അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ബെൻഡിങ് ഫോം ചെയ്തേക്കാം ഇതിൽ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ കൊണ്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം കാറയിൽ ഒക്കെ വന്നിട്ട് നമ്മൾ വീൽ ബാലൻസിങ് ചെയ്യും. അതായത് വീലിന് ഇങ്ങനെ അലൈൻ ചെയ്യിപ്പിച്ചിട്ട് എവിടെയാണോ കറക്റ്റ് ആംഗിൾ അവിടെ വെച്ച് അവിടെ നമ്മളൊരു ചെറിയ വെയിറ്റ് കൊടുക്കും. ആ വെയിറ്റ് കൊടുക്കാൻ നേരത്തെ ആ വീല് ബാലൻസ്ഡ് ആവും, കംപ്ലീറ്റ്ലി ബാലൻസ്ഡ്. അതാണ് സെയിം സംഭവമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവർ പറയും ഒരു സാധനമുണ്ട്, ഒരു ഷാഫ്റ്റ് ഉണ്ട്, അതിനകത്ത് ഇന്ന സ്ഥലത്തൊക്കെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ സംഭവം ബാലൻസ്ഡ് അല്ല. അപ്പം നിങ്ങൾ ഇതിനെ ബാലൻസ് ആക്കണം. ബാലൻസ് ആക്കണം എന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ നോക്കാൻ നേരത്തെ ഇതിൻ്റെ അകത്ത് ഏതോ ഒരു കറക്റ്റ് ആംഗിൾ, ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏതോ ഒരു കറക്റ്റ് ആംഗിളിൽ കൊണ്ടുപോയി നമ്മൾ ഒരു റേഡിയസ് ഉള്ള ഒരു മാസിനെ കൊണ്ട് ഇങ്ങനെ നിർത്തണം. അതിൻ്റെ അകത്ത് എത്ര മാസാണ്, നമ്മൾ ഏത് ആംഗിളിലാണ് ഇത് പിടിപ്പിക്കുന്നത്, എവിടെയായിട്ടാണ് ഇത് പിടിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ചോദ്യം 2 എണ്ണത്തിനും സെയിം ആണ്. ഫൈൻഡ് ദ ആംഗുലാർ പൊസിഷൻ കണ്ടുപിടിക്കുക. അതുപോലെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മാസ്.
എത്ര വെയിറ്റ് ആണ് കൊണ്ടുപോയി വെക്കേണ്ടത്. ഇപ്പോൾ ഒരു കാറിൻ്റെ വീലായിരിക്കുന്നതെന്ന് വിചാരിച്ചത് പല സ്ഥലത്തായിട്ടല്ലേ ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളത് റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് ഏതോ ഒരു പൊസിഷനിലായിരിക്കും അവിടെ ഒരു വെയിറ്റ് വേണ്ടത്. ആ വെയിറ്റ് നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ വീല് കംപ്ലീറ്റ്ലി ബാലൻസ് ആവും. അതാണ് കോൺസെപ്റ്റ്. അപ്പം നമ്മളൊരു മാസ് കൊണ്ടുപോയി വെക്കും. ഒന്നെങ്കിൽ അത് ചിലപ്പം ഇത്ര എന്നാ പറഞ്ഞത്, ഇപ്പം കാറിൻ്റെ കേസിലാണെങ്കിൽ വളരെ ചുരുക്കം ഒരു ചെറിയ വെയിറ്റ് ഒക്കെയാണ് കൊണ്ട് വെക്കുന്നത്. ഇങ്ങനെ 5 ഗ്രാം അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് വെക്കുന്നത്, 25 ഗ്രാം 10 ഗ്രാം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അപ്പം അതുപോലെ ഒരു ഷാഫ്റ്റിൻ്റെ കേസിൽ വരാൻ നേരത്ത് അപ്പം ഇവിടെ വരേണ്ട മാസ് എത്ര മാസ് എവിടെയായിട്ട് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ബാലൻസ് ആകും എന്നുള്ളതാണ് ഇത്. ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബാലൻസ് അല്ലെങ്കിൽ അതിങ്ങനെ കറങ്ങാൻ നേരത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ചിലപ്പോൾ ഒരു ബെൻഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതാണ് അതിൻ്റെ ഒരു സംഭവം. ഓക്കെ, ഞാൻ ഒരുപാട് ഇങ്ങനെ തിയറി ഒന്നും ഇങ്ങനെ പറയുന്നില്ല, നമുക്ക് നേരെ കണക്കിലേക്ക് പോകാം. കാരണം ഈ ഒരു 4 കണക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഷുവറായി 4 കണക്കും പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ 5th മുതൽ ഷുവറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. വേറെ കോംപ്ലിക്കേഷനോ വേറെ കൺഫ്യൂഷനോ ഒന്നുമില്ല. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. സെയിം പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഷാഫ്റ്റിൻ്റെ അകത്ത് ഒരേ പ്ലെയിനിൽ വേറെ ആംഗിളിലായിട്ട് നിൽക്കും. ഓക്കെ, ഇങ്ങനെ ഇവിടെ വല്ല നിൽക്കും. പക്ഷേ ഡിഫറെൻറ്റ് പ്ലെയിൻ ആണെങ്കിലോ പല സ്ഥലത്താണ്. ഒന്നെങ്കിൽ ഇവിടെ നിൽക്കാം, ഇനി ഒരെണ്ണം ഇപ്പുറത്തെ പ്ലെയിനിൽ ഇങ്ങനെ നിൽക്കാം, ഇനി ഒരെണ്ണം ഇപ്പുറത്തെ പ്ലെയിനിൽ ഇങ്ങനെ നിൽക്കാം. അങ്ങനെ പല പ്ലെയിനിൽ പല ആംഗിളായിട്ട് നിൽക്കാം. അത്രേ ഉള്ളൂ. എന്തെങ്കിലും അറ്റാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അറ്റാച്ച് ചെയ്തോളാം, വീഡിയോ അല്ല ക്ലിപ്പിംഗ് അല്ല. ഓക്കെ, ശരി. അപ്പം സെയിം പ്ലെയിന് ഡിഫറെൻറ്റ് പ്ലെയിന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 അകത്ത് കണക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു കാര്യം കൂടെ, അതായത് ഇപ്പോൾ സെയിം പ്ലെയിനിലാണെങ്കിൽ അതിൻ്റെ സൈഡ് വ്യൂ എന്ന് വെച്ചാൽ ഇതാണ് കറങ്ങുന്ന ഷാഫ്റ്റ് എങ്കിൽ ഇതിങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇത് നമുക്ക് സൈഡ് വ്യൂ എങ്ങനെ ഇരിക്കും. അതായത് ഇതൊരു ഷാഫ്റ്റ് സൈഡിൽ കൂടെ നോക്കുമ്പോൾ അതിൻ്റെ പ്ലെയിൻ ഇങ്ങനെ ഇവിടെ ഒരെണ്ണം വരും, ഇവിടെ ഒരു മാസ് വെച്ച് ഇവിടെ ഒരെണ്ണം വരും, ഇങ്ങനെയാണ് നിൽക്കുന്നത്. ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ടോപ്പ് വ്യൂ എന്ന് പറയാൻ നേരത്ത് മണ്ടയ്ക്ക് നോക്കാൻ നേരത്ത് ഇതൊരു ഷാഫ്റ്റ് അല്ലേ, ഇതൊരു ഷാഫ്റ്റ്. അപ്പം ഇതിൻ്റെ സെയിം പ്ലെയിൻ അല്ലേ, സെയിം പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരെണ്ണം വരാം, ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കാം, കാണാമല്ലോ അല്ലേ. പിന്നെ ഒരെണ്ണം ഇങ്ങനെ ഇങ്ങോട്ട് വരാം, അങ്ങോട്ട്. അപ്പോൾ ഇതെല്ലാം ഒറ്റ പ്ലെയിനിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് പ്ലെയിൻ ആണെങ്കിലോ ഡിഫറെൻറ്റ് പ്ലെയിനിൽ സൈഡ് വ്യൂ എങ്ങനെ വരും? സൈഡ് വ്യൂ എന്ന് പറയാൻ നേരത്ത് ഇതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ, ഇതിപ്പോൾ ഷാഫ്റ്റ് ആണെങ്കിൽ ഇതിവിടെ ഇങ്ങനെ നിൽക്കാം, ഇതിങ്ങനെ നിൽക്കാം. ഇതാണ് സൈഡ് വ്യൂ. ടോപ്പ് വ്യൂ എങ്ങനെ വരും? ടോപ്പ് വ്യൂ എന്ന് പറയാൻ നേരത്ത് ഇതിപ്പോൾ ഷാഫ്റ്റാന്ന് വിചാരിക്കുക. ഇത് ഷാഫ്റ്റ് ആണെങ്കിൽ ഇവിടെ ഒരെണ്ണം വരാം, ഇവിടെ ഒരെണ്ണം വരാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ സെയിം പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഷാഫ്റ്റിൽ ഒരേ പ്ലെയിനിൽ തന്നെ വരും. കണ്ടോ, ഒരേ ഭാഗത്ത് തന്നെ പല ആംഗിൾ, ചിലപ്പോൾ ഇവിടെ ഒരെണ്ണം അങ്ങനെ പല ആംഗിൾ. ഡിഫറെൻറ്റ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഷാഫ്റ്റിൽ പല പ്ലെയിനിൽ, ഇവിടെ ഒരു പ്ലെയിന്, ഇവിടെ ഇതൊരു പ്ലെയിൻ. ഇപ്പോൾ മനസ്സിലായോ? ഇതാണ് സെയിം പ്ലെയിൻ, ഇതാണ് ഡിഫറെൻറ്റ് പ്ലെയിൻ. അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. ഇത് സെയിം പ്ലെയിനിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നമുക്ക് എന്തെന്ന് തന്നിട്ടുണ്ട്? 4 മാസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ക്രമമായിട്ടുള്ള 4 റേഡിയസ് തന്നിട്ടുണ്ട്, പിന്നെ ഇത് തമ്മിലുള്ള ആംഗിൾസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പൊസിഷനും അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു റേഡിയസും കൂടെ വേണം. അത് ഇവർ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ റേഡിയസ് 0.2 മീറ്റർ ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റ നമ്മൾ ആദ്യം എടുക്കുക. 4 മാസ് തന്നിട്ടുണ്ട്, അതിൻ്റെ 4 റേഡിയസ് തന്നിട്ടുണ്ട്, പിന്നെ അതിൻ്റെ റേഡിയസ് ഓഫ് റൊട്ടേഷനും തന്നിട്ടുണ്ട്, ബാലൻസിങ് മാസിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിന് തമ്മിലുള്ള ആംഗിളും തന്നിട്ടുണ്ട്. ഈ ആംഗിളിന് നമ്മൾ ഇങ്ങനെയും സൂചിപ്പിച്ചു. ആംഗിൾസ് ബിറ്റ്വീൻ സക്സസീവ് മാസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് 45, 75, 135 എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഓക്കെ, ശരി. ഇനിയിപ്പോൾ കിട്ടിയ ഗിവൺ ഡേറ്റ വെച്ച് നമ്മൾ ഈ ടേബിൾ വരയ്ക്കുന്നു. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഗിവൺ ഡേറ്റ. സെക്കൻഡ് സ്റ്റെപ്പ് ടേബിൾ വരയ്ക്കുന്നത്. നമ്പറിന് കൊടുത്തു, 4 എണ്ണം തന്നിരിക്കുന്നതിന് 4 കൊടുത്തു, പിന്നെ മാസ് 4 എണ്ണം എഴുതി, അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള റേഡിയസ് എഴുതി, എന്നിട്ട് മാസിനും റേഡിയസിനും കൂടെ ഗുണിച്ചാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. കിലോഗ്രാം മീറ്റർ. ഓക്കെ, എങ്ങനെ നമ്മൾ ഇത് കണ്ടുപിടിച്ചു. അപ്പോൾ മാസ് ഇൻറ്റു റേഡിയസ് എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്. അപ്പം നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇത് ഫോഴ്സിൻ്റെയാണ്. അപ്പോൾ ഫോഴ്സ് പോളിഗണാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പം ഫോഴ്സ് പോളിഗൺ വരയ്ക്കുന്നതിന് മുന്നേ ഫോഴ്സ് പോളിഗൺ വരയ്ക്കണമെങ്കിൽ നമുക്ക് സ്പേസ് ഡയഗ്രാം കറക്റ്റായിട്ട് പാരലൽ എടുത്താണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പേസ് ഡയഗ്രാം അളന്ന് വെക്കണം. അളന്ന് വെച്ചാൽ സ്കെയിലല്ല, ഈ ആംഗിൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇത് ഗിവൺ ഡേറ്റ എടുത്ത് എഴുതുക. സെക്കൻഡ് വന്നിട്ട് നമുക്ക് ഈ ടേബിൾ വരയ്ക്കുക. തേർഡ് വന്നിട്ട് സ്പേസ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒന്നിനെ വന്നിട്ട് ഹോറിസോണ്ടലായിട്ട് എടുത്തു. അവിടെ നിന്ന് 45 ഡിഗ്രി, 75 ഡിഗ്രി, 135 ഡിഗ്രി എന്ന് പറഞ്ഞെടുത്താണ് നമ്മൾ സ്പേസ് ഡയഗ്രാം വരച്ചിരിക്കുന്നത്. ഇത് സ്പേസ് ഡയഗ്രാം, ഇത് സ്കെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ആംഗിൾ കറക്റ്റായിട്ട് എടുക്കണം. കാരണം ഈ ലൈനിന് നമ്മൾ പാരലൽ എടുത്താണ് നമ്മൾ ഫോഴ്സ് പോളിഗൺ വരയ്ക്കേണ്ടത്. സ്പേസ് ഡയഗ്രാമിൻ്റെ യൂസ് എന്താണ്? നമുക്ക് ഫോഴ്സ് പോളിഗൺ വരയ്ക്കണമെങ്കിൽ നമുക്കത് പാരലൽ എടുത്താണ് വരയ്ക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് പാരലൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസ് ഡയഗ്രാം എടുക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇത് ഗിവൺ ഡേറ്റ, സെക്കൻഡ് ടേബിള്, മൂന്നാമത് സ്പേസ് ഡയഗ്രാം.
അതിനുശേഷം നാലാമതാണ് എന്തോന്ന് ഫോഴ്സ് പോളിഗൺ. ഫോഴ്സ് പോളിഗൺ നമ്മൾ സ്കെയില് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. അതായത് ഫോഴ്സ് പോളിഗൺ നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു നമ്പറുണ്ട്, ഈ നമ്പറിനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആക്കണമെങ്കിൽ നമ്മൾ വേറെ ഒരു നമ്പറും കൊണ്ട് നമ്മൾ ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം. അപ്പം അങ്ങനെയാണ് നമ്മളിത് എടുക്കേണ്ടത്. ഓക്കെ, അതങ്ങനെ പറയാൻ കാര്യം നിങ്ങൾക്കിനി അടുത്ത കണക്ക് വരാൻ നേരത്ത് നിങ്ങൾക്കത് ആ ഒരു ഇത് ഇപ്പോഴേ ഇങ്ങനെ പറഞ്ഞു പോകണമെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് കത്തും. അതുകൊണ്ടാണ്. അപ്പം 40-നുള്ളതിനെ ഞാൻ ഡിവൈഡഡ് ബൈ 10 ചെയ്തു, 4 സെൻറ്റിമീറ്റർ കിട്ടി. 4 സെൻറ്റിമീറ്റർ ഇങ്ങനെ വെച്ചു, ഇതിനെ പാരലായിട്ട് കൊണ്ടുവന്ന് ഞാൻ എന്തോന്ന് ചെയ്തു, ഇവിടെ വരച്ചു. ഏത് ഡയറക്ഷൻ? എല്ലാം പോയിന്റിൽ നിന്ന് പുറത്തേക്കാണ് ഡയറക്ഷൻ വരയ്ക്കുന്നത്. അപ്പം ഇങ്ങനെ നോക്കാൻ നേരത്ത് ഇത് റൈറ്റിലേക്കാണ്, അപ്പോൾ റൈറ്റിലേക്ക് ആദ്യം വരച്ചു. അതിനുശേഷം എന്തോന്നാണ് എടുക്കേണ്ടത്? 45 എന്ന് പറഞ്ഞ് രണ്ടാമത്തേൻ്റെ അടുത്ത് ഇതിങ്ങനെ വെച്ചിട്ട് ഇത് റോളർ സ്കെയിൽ കൊണ്ട് പാരൽ കൊണ്ടുവന്ന് ഇങ്ങനെ വരച്ചു. അതിനുശേഷം എടുക്കേണ്ടത് 60 എന്ന് പറയുന്നത് മൂന്നാമത്തേൻ്റെ ഞാൻ ഇവിടെ റോളർ സ്കെയിൽ എടുത്ത് കൊണ്ടുവന്ന് വരച്ചു. മണ്ടക്കോട്ടാണ് വരച്ചത്, കാരണം മണ്ടക്കോട്ടാണ് ആരം. ഓക്കെ, ഇനി അടുത്ത് നിന്നാണ് 78. ഞാൻ എടുക്കണം. അപ്പോഴത്തേക്കും നാലാമത്തേൻ്റെ നോക്കി ഡയറക്ഷൻ താഴോട്ടാണ്, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്കുള്ളത് വരച്ചു. ഇതെല്ലാം നമ്മൾ ഡിവൈഡഡ് ബൈ 10 ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഓരോ വാല്യൂവിന് ഡിവൈഡഡ് ബൈ 10 അങ്ങനെ ചെയ്താണ് വരയ്ക്കുന്നത്. അപ്പം നമുക്ക് ബാലൻസ് ആണെങ്കിൽ ഒരു സംഭവം കിട്ടും. ഇതാണ് എന്തോന്ന് നമ്മുടെ ബാലൻസിങ് മാസിൻ്റെ സംഭവം. നമ്മൾ കണ്ടുകൊണ്ട് ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് എന്തോ ഒരു സാധനം കുറഞ്ഞത് കൊണ്ടാണല്ലോ ആ കുറയുന്നതിനെ നമ്മൾ കണ്ടുപിടിച്ച് വെക്കാനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മിച്ചം വരുന്നതാണ് ആ കുറയുന്ന സാധനം. അപ്പോൾ ആ കുറയുന്ന സാധനത്തിന് നമ്മൾ എന്തോന്ന് ചെയ്യണം? ഇത് കിട്ടിയിരിക്കുന്നത് FCX ആണ്, ഫോഴ്സ് അല്ലേ. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു റേഡിയസ്. അപ്പം അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ, ഈ FCX നമ്മൾ ആദ്യം ഇവിടെ ഇങ്ങനെ അളക്കുമല്ലോ. അളക്കുന്നത് നമുക്ക് 2.2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഈ സെൻറ്റിമീറ്റർ എന്നുള്ളതിനെ നമ്മൾ എന്തോന്ന് ചെയ്യണം? ഇൻറ്റു സ്കെയിൽ ഏതാണോ നമ്പർ എടുത്ത് ആ നമ്പർ ചെയ്യണം. കാരണം ഇവിടെ നിന്ന് നമ്മൾ ഡിവൈഡ് ചെയ്ത് ആണ് നമ്മളിവിടെ വരച്ചത്. അപ്പോൾ കിട്ടുന്ന ഉത്തരത്തിനെ തിരിച്ചും കൺവേർട്ട് ചെയ്യേണ്ട ഇതിലേക്ക്. അപ്പോൾ ഇൻറ്റു ചെയ്ത് അതിനെ തിരിച്ച് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 2.2 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തതിനെ 2.2 × 10 കൊടുത്തു. അപ്പോഴത്തേക്ക് എന്തോന്നായത്? 22 കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഒരു ഫോഴ്സ് തന്നെ പക്കായിട്ട് കിട്ടി. അപ്പം നമ്മൾ കൊണ്ടുപോയി വെക്കാൻ പോകുന്നതിൻ്റെ ഫോഴ്സ് വന്നിട്ട് Fc/ω² വന്നിട്ട് 22 കിലോഗ്രാം മീറ്റർ ആണ്. ശരി, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അത് കണ്ടുപിടിച്ചു. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ വേറെ ഒരു കാര്യം കൂടെ, ഇപ്പം ഫോഴ്സ് കണ്ടുപിടിച്ചതിനൊപ്പം തന്നെ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു റേഡിയസ് ആണ്. അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുപിടിച്ചത്, മാസ് ഇൻറ്റു റേഡിയസ് ആണ് ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ ഫോഴ്സ് കിട്ടി. അപ്പോൾ ഇതിനകത്ത് റേഡിയസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കാൻ സാധനത്തിൻ്റെ റേഡിയസ് വന്നിട്ട് 0.2 ആണ്. അപ്പം അതും കിട്ടി. അപ്പം ഇതും വെച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കത്തില്ലേ? അപ്പോഴത്തേക്ക് ഇതിനപ്പുറത്ത് കൊണ്ടുപോയപ്പോഴത്തേക്ക് മാസ് എന്തോന്ന് കിട്ടി? 110 കിലോഗ്രാം. എല്ലാത്തിൻ്റെ ഉത്തരം എഴുതുമ്പം കിലോഗ്രാം തന്നെ യൂണിറ്റ് തന്നെ എഴുതുക. അതിനുശേഷം നമ്മൾ എഴുതണം ബാലൻസിങ് മാസ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ബാലൻസിങ് മാസ് എന്ന് പറഞ്ഞ് എഴുതുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ബാലൻസിങ് മാസ് mx = 110 കിലോഗ്രാം എന്ന് പറഞ്ഞ് കൊടുക്കുമ്പം അത് അവിടെ കഴിഞ്ഞു. ഏതവിടെ കഴിഞ്ഞു? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ബാലൻസിങ് മാസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത എന്തോന്നാണ്? ഇനിയിപ്പോൾ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചും ഫോഴ്സ് പോളിഗണിലേക്ക് വരണം. നമ്മൾ എവിടെ നിന്നാണ് ഇതിൻ്റെ മാസ് കണ്ടുപിടിച്ചത്? ഫോഴ്സ് പോളിഗണിൽ നിന്ന്. അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ എന്തോന്ന് കണ്ടുപിടിക്കേണ്ടത്? പൊസിഷനും കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് അതിന് നമ്മളിങ്ങനെ റോളർ സ്കെയിൽ ഇങ്ങനെ വെച്ചു, അതിങ്ങനെ പാരലിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഈ സ്പേസ് ഡയഗ്രത്തിലല്ലേ നമ്മൾ ആംഗിൾ സ്കെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കൊണ്ടുപോയി വെച്ചു. നമ്മളൊരു ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തിട്ട് നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് ഇവിടെ നിന്ന് നോക്കും. ഇവിടെ നിന്ന് നോക്കാതെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇത് 150 ഡിഗ്രി. അപ്പോഴത്തേക്ക് നമ്മൾ തലതിരിച്ച് വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഇത് എത്രയാണ്? 159 ഡിഗ്രി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഈ 159 ഡിഗ്രീനെ നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതുമ്പം നമ്മൾ എങ്ങനെ എഴുതണം? ആംഗുലാർ പൊസിഷൻ ഓഫ് ദ ബാലൻസിങ് മാസ് മെഷർഡ് ഫ്രം 1 to x. ഇൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ, ഇതിപ്പോൾ ഇൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ എന്തോന്ന് എഴുതിയാൽ മതിയായിരുന്നു? നേരെ ഡയറക്റ്റ് 159 ഡിഗ്രിയിൽ തന്നെ എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ആക്ച്വലി നോർമൽ കേസസിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഇവിടെ നിന്ന് 45, ഇവിടെ നിന്ന് 75, അങ്ങനെയല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസിലാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ആംഗുലർ പൊസിഷൻ ഓഫ് ദ ബാലൻസിങ് മാസ് മെഷർഡ് ഫ്രം 1. ഇവിടെ നിന്ന് നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഇങ്ങനെ മെഷർ ചെയ്യാൻ നേരത്ത് നമുക്ക് എത്ര കിട്ടുന്നു? അതായത് θx എന്ന് പറയുന്നത് ഇതാണ് θx. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ള ഇതാണ് നമ്മൾ എന്തോന്നായിട്ട് എടുത്തിരിക്കുന്നത്? θx ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് എന്തോന്ന്? 360, മൊത്തം 360 അല്ലേ? അതിൽ നിന്ന് ഇത് കുറയ്ക്കാൻ നേരത്ത്
മൊത്തം 360 നിന്ന് ഇത് കുറയ്ക്കാൻ നേരത്തെ നമുക്ക് എന്തോന്ന് കിട്ടും? ഈ മിച്ചമുള്ള ഇത്രയും കിട്ടത്തില്ലേ? അപ്പോൾ അങ്ങനെയാണ് ഇത് എടുത്തിരിക്കുന്നത്. കാരണം ഇപ്പറേ നമുക്ക് പ്രൊട്രാക്ടർ വെച്ച് ഇത്ര എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം 360 മൈനസ് 159 ചെയ്യാൻ നേരത്തെ എന്തോന്ന് കിട്ടി നമുക്ക്? 201 എന്നുള്ളത് കിട്ടി. ഇതാണ് തീറ്റ എക്സ്. ഒന്നിന്ന് കൗണ്ടർ ക്ലോക്ക് വൈസ് നമ്മൾ 201 ഡിഗ്രി എടുക്കുമ്പോൾ നമുക്ക് അതാണ് അതിൻ്റെ പൊസിഷൻ, ആംഗുലർ പൊസിഷൻ. അപ്പോൾ നമ്മൾ ആംഗുലർ പൊസിഷൻ എഴുതി, ബാലൻസിങ് മാസിൻ്റെ മാസും മാഗ്നിറ്റ്യൂഡും എഴുതി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ ചോദ്യം. ഇത് ജസ്റ്റ് ഒരു കണക്ക് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്തത് ഡിഫറെൻറ്റ് പ്ലെയിൻ, സെക്കൻഡ് ചോദ്യം. ഇത് സെയിം പ്ലെയിനിൻ്റെ, ഇത് ഡിഫറെൻറ്റ് പ്ലെയിനിൻ്റെ. അത് കഴിയുമ്പോഴത്തേക്കും ഇപ്പം നിങ്ങൾ പഠിച്ചതിൻ്റെ എക്സ്ട്രീം ചോദിക്കുവാണെങ്കിൽ, ചിലപ്പോൾ ഒരു അഡ്വാൻസ് ലെവലിൽ ചോദിക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ ഈ ചോദ്യം ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിച്ചേക്കാം. ഈ 4 ചോദ്യമേ ചോദിക്കത്തുള്ളൂ പരീക്ഷയ്ക്ക് ചോദിക്കുവാണെങ്കിൽ. 5ാമത്തെ മോഡൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. സിമ്പിളാണ്. താങ്ക് യു. ഓക്കെ, ഒന്നും കൂടെ ഞാൻ പറയാം. അതായത് സെയിം പ്ലെയിനിലെ നമ്മൾ കഴിഞ്ഞ കണക്കിൽ പഠിച്ചു. ഡിഫറെൻറ്റ് പ്ലെയിനിലെ ചോദ്യമാണ് നമ്മൾ നോക്കിയത്. ഇതാണ് ആ ചോദ്യം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നിനൊരു 3 തവണ വായിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഒന്നും തെറ്റില്ല എന്ന് ഓർത്ത് ഗിവൺ ഡേറ്റാസൊക്കെ എഴുതുക. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ അകത്ത് എന്താ തന്നിരിക്കുന്നത് വെച്ചാൽ 4 മാസ് തന്നിട്ടുണ്ട്, 4 പ്ലെയിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ 4 മാസ് തന്നിട്ടുണ്ട്, 4 റേഡിയസും തന്നിട്ടുണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. പിന്നെ ഓരോ പ്ലെയിനും തമ്മിൽ എത്രയാണ് ഡിസ്റ്റൻസ് എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഓരോ പ്ലെയിനും എത്ര ആംഗിൾ മാറിയിരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നിട്ട് അത്രയും കാര്യങ്ങൾ. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ഊഹം കിട്ടും. ഇത്രയും നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റും. അതിനുശേഷം അവർ പറഞ്ഞിരിക്കുന്നത് എക്സും വൈയുമാണ് ബാലൻസിങ് മാസ്സായിട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. അത് ഇത്ര എയിന്ന് ഇത്ര ദൂരം വിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്ന ബാലൻസിങ് മാസിൻ്റെ റേഡിയസ് നിങ്ങൾ 100 mm ആയിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ബാലൻസിങ് മാസ് ഒരെണ്ണം കൊണ്ടുപോയി ഒരു സിസ്റ്റത്തിൽ വെക്കാൻ നേരത്തെ നമുക്ക് എന്തോന്ന് വേണം? മാസ് എത്രയാണ് വെക്കേണ്ടതെന്നുള്ളത് വേണം. പിന്നെ അത് എവിടെയായിട്ട് വെക്കണം എന്നുള്ളത് വേണം. പിന്നെ വെക്കുന്ന സാധനത്തിൻ്റെ റേഡിയസ് ഉണ്ടല്ലോ, അതും കൂടെ വേണം. അതിൻ്റെ അകത്ത് ഈ റേഡിയസ് എന്ന് പറഞ്ഞ സാധനം ക്വസ്റ്റ്യന് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ആ തീറ്റയും മാസിൻ്റെ മാഗ്നിറ്റ്യൂഡും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചോദ്യം വായിക്കാൻ നേരത്ത് വായിച്ചിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരയ്ക്കുന്നു. അപ്പോഴത്തേക്ക് നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. എക്സും വൈയും വെക്കാൻ പറഞ്ഞു. എക്സും വൈ അവർ പറഞ്ഞ പോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നത്. എല്ലാ കേസിലും ഇങ്ങനെ തന്നെ വരത്തുള്ളൂ. അപ്പോൾ ഇതിനങ്ങനെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ ഇതേപോലെ ആയിരിക്കും ബാക്കി ക്വസ്റ്റ്യൻ വരാൻ നേരത്ത് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് നമുക്കിപ്പം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി മാറ്റിയെടുത്ത് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് വരച്ചതാണ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് എക്സും വൈയും അല്ലേ അവർ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം എക്സും വൈൻ്റെയും മാസും കണ്ടുപിടിക്കണം, എക്സും വൈൻ്റെ തീറ്റയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കിയത് വെച്ചിട്ട് നമ്മളിങ്ങനെ വരയ്ക്കും. എന്നിട്ട് നമ്മൾ അൺനോൺ മാസിനെയാണ് അൺനോൺ പ്ലെയിൻസിനെയാണ് നമ്മൾ റിഫറൻസ് പ്ലെയിനായിട്ട് എടുക്കേണ്ടത്. ഒന്നെങ്കിൽ എനിക്ക് എക്സ് എടുക്കാം, അല്ലെങ്കിൽ വൈ എടുക്കാം. ഞാൻ എക്സ് എടുത്തു. അപ്പം എക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സിന്ന് എത്രയാണ് ഓരോ പ്ലെയിനിലേക്കുള്ള ദൂരം എന്നുള്ളത് മനസ്സിലാക്കിയാണ് ആദ്യത്തെ പടം ഇങ്ങനെ വരയ്ക്കേണ്ടത്. ഇത് റഫ് സ്കെച്ചാണ്. റിഫറൻസ് പ്ലെയിനിൽ നിന്ന് ഓരോ പ്ലെയിനിലേക്കും എത്ര വരുന്നുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളൊരു പടം വരയ്ക്കണം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബോക്സ് വരയ്ക്കണം. ബോക്സിൻ്റെ അകത്ത് 6 കോളമാണ് വരുന്നത്. പ്ലെയിൻസ്, മാസ്, റേഡിയസ്, FC/ω², ലെങ്ത്, കപ്പിള്. പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ABCD, പിന്നെ എക്സും വൈയും അൺനോൺ ആണ്, എക്സും വൈയും. പിന്നെ അതിൻ്റെയൊക്കെ മാസ് വന്നിട്ട് എക്സിന് എങ്ങനെ എഴുതും? നമുക്ക് MX എന്ന് പറഞ്ഞ് എഴുതാം. വൈക്ക് എങ്ങനെ എഴുതും? MO എന്ന് പറഞ്ഞ് എഴുതാം. പിന്നെ റേഡിയസ് എല്ലാത്തിനെയും തന്നിട്ടുണ്ട്. നമുക്ക് അൺനോൺ ആയിട്ടുള്ളതിന് റേഡിയസ് തന്നായിരുന്നു ചോദ്യത്തിൽ, അതാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ മാസ് റേഡിയസും കൂടെ ഗുണിക്കുന്നതാണ് ഫോഴ്സ്, FC/ω². അപ്പം ഇത് രണ്ടെണ്ണം ഗുണിച്ചെഴുതുക. അങ്ങനെ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അതിനുശേഷം ലെങ്ത് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്ലെയിനിൽ വരുന്നത് ആണല്ലോ ഇത്. അപ്പോൾ റിഫറൻസ് പ്ലെയിനിന് നിന്ന് ഓരോ പ്ലെയിനിലേക്ക് എത്ര ദൂരമുണ്ട് എന്നുള്ളതാണ്. അപ്പം റിഫറൻസ് പ്ലെയിനിൽ നിന്ന് എയിലേക്ക് എത്ര ഉണ്ട്? -100 mm. MM നമ്മൾ മീറ്ററിൽ തന്നെയാണ് എഴുതുന്നത്. അങ്ങനെ നമ്മൾ ലെങ്ത് എഴുതി. അതിനുശേഷം ഫോഴ്സ് ഇൻറ്റു ലെങ്ത് ആണ് കപ്പിള്. അപ്പോൾ ഇതും കൂടെ ഗുണിച്ച് ഇവിടെ എഴുതി. അങ്ങനെ നമുക്ക് ഈ ബോക്സിന് എന്തൊക്കെ കിട്ടും? ഒരു ഫോഴ്സ് കണ്ടുപോയി.
ഒരു ഫോഴ്സ് പോളിഗൺ വരയ്ക്കാനുള്ളതും കിട്ടും, കപ്പിൾ പോളിഗൺ വരയ്ക്കാനുള്ളത് കിട്ടും. അപ്പം നമുക്ക് ഇതെടുത്ത് വരയ്ക്കാൻ പറ്റുമോ ആദ്യം? ഇല്ല. കാരണം എന്താണ്? ഇതിൻ്റെ അകത്ത് 2 അൺനോൺ ഉണ്ട്. അപ്പം അത് വരയ്ക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കപ്പിൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒറ്റ അൺനോൺ ഉള്ളൂ. അപ്പോൾ കപ്പിൾ പോളിഗൺ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ മിച്ചം വരുന്നത് വെച്ച് MY കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ MY കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് അൺനോൺ ആയിട്ടിരിക്കുന്നത് മാറും. അപ്പോൾ ഇത് മാത്രം അൺനോൺ കാണത്തുള്ളൂ. അപ്പോൾ ഇതും കണ്ടുപിടിക്കാം മിച്ചം വരുന്നത് വെച്ച് ഫോഴ്സ് പോളിഗൺ വരയ്ക്കുമ്പോൾ. അതിനുശേഷം നമുക്ക് MX MYയും കിട്ടും. ആ ആംഗിൾ നമ്മൾ ആ സ്പേസ് ഡയഗ്രാമിൽ കൊണ്ട് വരച്ച് കഴിയുമ്പോൾ നമുക്ക് തീറ്റയും കിട്ടും. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ശേഷം സ്പേസ് ഡയഗ്രാം വരയ്ക്കുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ ഏത് പേജിലാണോ നമ്മൾ കപ്പിൾ പോളിഗണും ഫോഴ്സ് പോളിഗണും വരയ്ക്കുന്നത് ആ പേജിൽ തന്നെ ആയിരിക്കണം സ്പേസ് ഡയഗ്രാം വരയ്ക്കേണ്ടത്. കാരണം എന്നാലേ നമുക്ക് ഇങ്ങനെ പാരലൽ കൊണ്ടേ വെച്ച് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഈ സ്പേസ് ഡയഗ്രാം വേറെ ഒരു പേജിലായി കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളവാകും. അപ്പോൾ സ്പേസ് ഡയഗ്രാം ജസ്റ്റ് ആംഗിൾ മാത്രം മെഷർ ചെയ്തുകൊണ്ട് ചെറിയൊരു റഫ് ഫിഗർ ഇങ്ങനെ വെച്ചു. ആംഗിൾ വന്നിട്ട് കറക്റ്റായിരിക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം കപ്പിൾ പോളിഗണാണ് വരയ്ക്കുന്നത്. കപ്പിൾ പോളിഗൺ. ഓക്കെ, കപ്പിൾ പോളിഗൺ വന്നിട്ട് സ്കെയിൽ ചെയ്യണം. 1 സെൻറ്റിമീറ്റർ = 1 kg/m² എന്ന് പറഞ്ഞ് സ്കെയിൽ ചെയ്തു. അതായത് ഓരോ വാല്യൂസും എടുത്ത് സ്കെയിലുമായിട്ട് ഡിവൈഡ് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഒരു പോയിന്റ് വെച്ചു. ഒരു പോയിന്റ് വെച്ചിട്ട് പോയിന്റിൽ നിന്ന് ഇത് എത്രയാണ്? -1.6 ആണ്. അപ്പം -1.6 ഞാൻ ലെഫ്റ്റിലേക്ക് എടുത്തു. CC എന്ന് കൊടുത്തു. പിന്നെ അതിനുശേഷം CCB, ഈ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ വരച്ചു. CCC വരച്ചു, CCD വരച്ചു. അതിനുശേഷം ബാലൻസ് വന്നത് അവസാനിച്ച പോയിന്റും തുടങ്ങിയ പോയിന്റും തമ്മിൽ കൂട്ടിമുട്ടിച്ചപ്പോഴത്തേക്കും എനിക്ക് CCY കിട്ടി. CCY എന്ന് പറഞ്ഞാൽ എന്താണ്? 0.04 MY ആണ്. അപ്പം ഞാനിത് അളന്ന് നോക്കിയപ്പം എനിക്ക് 7.4 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. അപ്പം നമ്മൾ സ്കെയിലെടുത്ത് നമ്മൾ വരച്ചു. എന്നിട്ട് തിരിച്ച് നമ്മൾ എടുക്കാൻ നേരത്ത് അതിനെ റീകൺവേർട്ട് ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് *1 കൊടുത്തു. അത് നിങ്ങൾക്ക് മനസ്സിലാകാനാണ്. ഓക്കെ, 1 കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും 7.4 kg/m² എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം ഈ 0.04 നമ്മൾ ഇപ്പുറം കൊണ്ടുപോയപ്പോഴത്തേക്കും നമുക്ക് MY, മാസ് ഓഫ് Y കിട്ടി. Y പ്ലെയിനിൻ്റെ മാസ് കിട്ടി. അപ്പോൾ അത് നമ്മളെടുത്ത് എഴുതി. ഇത് കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കതിൻ്റെ ആംഗുലാർ പൊസിഷനും കിട്ടും. എങ്ങനെയാണ്? ഇതിനെ കൊണ്ടുപോയി കപ്പിൾ പോളിഗണിൽ നിന്ന് കിട്ടിയ മിച്ചത്തിൻ്റെ ഇതിനെ വന്നിട്ട് നമ്മൾ സ്പേസ് ഡയഗ്രാമിൽ കൊണ്ടുപോയി വരച്ച് കഴിയുമ്പം ഇതാണ് Yൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞ് കിട്ടി. ഇനിയിപ്പം നമുക്ക് MY കിട്ടിയില്ലേ? അതും വെച്ച് നമ്മൾ ഈ 0.1 MY എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ അൺനോൺ വാല്യൂ നമുക്ക് നോൺ വാല്യൂ ആവത്തില്ലേ? 18.5 എന്ന് പറഞ്ഞ് കിട്ടും. അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ അടുത്ത് എന്തോന്ന് ചെയ്തു? ഫോഴ്സ് പോളിഗൺ വരച്ചു. ഫോഴ്സ് പോളിഗൺ എന്ന് പറയുമ്പം ഈ ബോക്സിനെ വന്നിട്ട് ഞാൻ വരയ്ക്കാൻ പാകത്തിന് സ്കെയിൽ ചെയ്തു. 10 kg/m ആയിട്ട് സ്കെയിൽ ചെയ്തു. അപ്പോൾ ഓരോ വാല്യൂത്തിനെയും ഇതിൻ്റെ അകത്തെ ഓരോ വാല്യൂവിനെയും ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. അപ്പോഴത്തേക്കും ഒരു പോയിന്റ് എടുത്തു, 0 കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് വെച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇങ്ങോട്ടല്ലേ ആരോ കിടക്കുന്നത് ഇത്. അപ്പം ഇങ്ങോട്ട് വെച്ചിട്ട് എത്രയാണ്? 16 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 1.6 എടുത്ത് വരച്ചു. പിന്നെ മണ്ടേക്കോട്ട് 21, 2.1 എന്ന് എടുത്തു. പിന്നെ 2.4 എടുത്തു. ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയാലോ. പിന്നെ ഇത് വന്നിട്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല, ലാസ്റ്റിന് എടുക്കാൻ പോകുന്നത്. പിന്നെ ഇത് 1.6 എന്ന് പറഞ്ഞ് എടുത്തു. ഏത്? D. 1.6 എന്ന് പറഞ്ഞ് എടുത്തു D. ഓക്കെ, അതിനുശേഷം മിച്ചം വന്ന് നമുക്ക് മറ്റേ വൈ നമ്മളിവിടെ കണ്ടുപിടിച്ചതിൻ്റെ ആംഗുലർ പൊസിഷൻ ഉണ്ടല്ലോ, അതിനങ്ങനെ പാരലെടുത്ത് ഞാൻ ഇങ്ങോട്ടും എത്ര വരച്ചു? 18.5, അതായത് 1.85 വരും ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ. അങ്ങനെ ഞാനിതങ്ങനെ 1.85 എടുത്ത് ഇതും വരച്ചു. എന്നിട്ട് മിച്ചം വരുന്നതിന് ഞാൻ ജോയിൻ ചെയ്തു. ചെയ്തപ്പോൾ എനിക്ക് എന്തോന്ന് കിട്ടി? 0.1 MX എന്ന് പറഞ്ഞ സാധനം കിട്ടി. 0.1 MX എന്ന് പറഞ്ഞ സാധനം 35 kg/m കിട്ടി. കിട്ടുന്നതിന് തിരിച്ച് റീകൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് *10 ചെയ്തായിരുന്നു. അതിനുശേഷം 0.1 MX = 35 kg/m എന്ന് കൊടുത്തു. അതിൻ്റെ അതിൽ നിന്ന് എനിക്ക് MX കിട്ടി 35/0.1. ഈ 0.1 ഇപ്പുറം വന്നു. എന്നിട്ട് 350 kg. അപ്പോൾ എനിക്ക് MX കിട്ടി, MYയും കിട്ടി, എനിക്കിതിൻ്റെ ആംഗുലാർ പൊസിഷനും കിട്ടി. ഇതിന് ഞാൻ തിരിച്ച് ഇവിടെ കൊണ്ടുപോയി വരച്ച് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഇത് കിട്ടും, ആംഗിളും കിട്ടും. എന്നിട്ട് ഞാനത് ആംഗിൾ എടുത്ത് എഴുതി. ഇങ്ങനെയാണ് അത് ഫിനിഷ് ചെയ്യേണ്ട രീതി. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബാലൻസിങ് മാസസ് MX = 350 kg, MY = 185 kg. ഓക്കെ, ആംഗുലാർ പൊസിഷൻ ഓഫ് ബാലൻസിങ് മാസസ് മെഷർഡ് ഫ്രം A to explain in counter clockwise direction എന്ന് പറഞ്ഞിട്ട് θx = 215 ഡിഗ്രി. അതേപോലെ ഇവിടെ ആംഗുലാർ പൊസിഷൻ ഓഫ് ബാലൻസിങ് മാസസ് മെഷർഡ് ഫ്രം A to Y പ്ലെയിൻ ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് കോമ ഇട്ടിട്ട് θy =
343 എന്ന് പറഞ്ഞ് എടുക്കുക. ഇതെങ്ങനെയാണ് എടുത്തത്? നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എയിന്ന് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് മെഷർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ 360 മൈനസ് ഇതൊരു പ്രൊട്രാക്ടർ കൊണ്ട് എടുക്കുക എളുപ്പം ഇവിടെ നിന്ന് എടുക്കുന്നതാണ് എളുപ്പം. അതുകൊണ്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ 360 മൈനസ് ആ ഡിഗ്രി ചെയ്താൽ മതി. അതുകൊണ്ട് 215 ഡിഗ്രി 343 ഡിഗ്രി. അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെയും മാസും കണ്ടുപിടിച്ചു, രണ്ടെണ്ണത്തിൻ്റെയും ഇതും കണ്ടുപിടിച്ചു, ആംഗുലർ പൊസിഷനും കണ്ടുപിടിച്ചു. അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പ്ലെയിനിലെ ക്വസ്റ്റ്യൻ ആയി. അപ്പം സെയിം പ്ലെയിനും പറഞ്ഞു, ഡിഫറെൻറ്റ് പ്ലെയിനും പറഞ്ഞു. അപ്പം മോഡ്യൂൾ 5 നിന്ന് ഈ 2 ചോദ്യമേ ചോദിക്കത്തുള്ളൂ. പിന്നെ ഡിഫറെൻറ്റ് പ്ലെയിനിൽ നിന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു എക്സ്ട്രീം ലെവലായിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. അല്ല അഡ്വാൻസ് ലെവലിൽ ചോദിക്കുവാണെങ്കിൽ ഒരു പക്ഷേ ഈ ചോദ്യം അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കും. അപ്പോൾ ഇത് രണ്ടെണ്ണം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മോഡ്യൂൾ 5 നിന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഇതായി. ഇനിയിപ്പോൾ സപ്പോസ് ഇതിൽ നിന്ന് ഒരു അഡ്വാൻസ് ലെവലിൽ ചോദിക്കുവാണെങ്കിൽ, ഡിഫറെൻറ്റ് പ്ലെയിനിൽ നിന്ന് അഡ്വാൻസ് ലെവലിൽ ചോദിക്കുവാണെങ്കിൽ അവർ ഇതിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. ഒന്നെങ്കിൽ ഈ ചോദ്യം അല്ലെങ്കിൽ ഈ ചോദ്യം. ഇത് രണ്ടെണ്ണം കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മോഡ്യൂൾ 5 ഷുവറായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതേ പാറ്റേൺ ആണ്, ഇതേ രീതിയാണ്, ഒരേപോലെ മനസ്സിലാക്കി ഒരു 2 തവണ ഒരു കണക്കൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. പാടൊന്നുമല്ല, സിമ്പിളാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓടിച്ചുവിട്ട് പറയാം. അതായത് ABCD are 4 masses, 4 masses ക്യാരിയുടെ. അപ്പം 4 മാസമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ 4 എണ്ണത്തിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 3 എണ്ണത്തിൻ്റെ മാസേ തന്നിട്ടുള്ളൂ. നമുക്ക് എയിൻ്റെ മാസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അവർ എല്ലാത്തിൻ്റെ റേഡിയസും തന്നിട്ടുണ്ടല്ലോ. അപ്പോഴത്തേക്ക് ഈ സംഭവം അവർ പറഞ്ഞിരിക്കുന്നത് ഇത് ബാലൻസ്ഡ് ആണ്, സിസ്റ്റം ബാലൻസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എയിൻ്റെ മാസ് കണ്ടുപിടിക്കാനും ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾസ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അതും കൂടെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ മാസ് എ ആൻഡ് ദ റിലേറ്റീവ് ആംഗുലർ സെറ്റിംഗ് ഓഫ് ദ 4 masses സോ ദാറ്റ് ദ ഷാഫ്റ്റ് ഷാൽ ബി ഇൻ കംപ്ലീറ്റ് ബാലൻസ്. അപ്പം ഇതിൻ്റെ മാസ് റേഡിയസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്ര വേണമെന്ന് അറിയത്തില്ല, മാസും അറിയത്തില്ല. അപ്പം ഇത് നമുക്ക് കംപ്ലീറ്റ് ബാലൻസ് ആണെങ്കിൽ ഇതെങ്ങനെ വരും എന്നുള്ള രീതിയിലാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം നമുക്കറിയാമെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുന്നു. വരച്ചതിന് ശേഷം 600 എ പാർട്ട് എന്നൊക്കെ പറഞ്ഞ് വെച്ച് വരച്ചു. അതിനുശേഷം നമ്മൾ റെഫറൻസ് പ്ലെയിൻ, എപ്പോഴും നമ്മൾ അൺനോണെയാണ് റെഫറൻസ് പ്ലെയിൻ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ എനെ റെഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുത്തു. അപ്പോഴത്തേക്കും എയിന്ന് ബിയിലേക്കുള്ള ദൂരം 600 mm, എയിന്ന് സിയിലേക്കുള്ളത് 1200, എയിന്ന് ഡിയിലേക്കുള്ളത് 1800 കൂട്ടി നമ്മൾ എഴുതി. അതിനുശേഷം നമ്മൾ ഈ ബോക്സ് വരയ്ക്കണം. ബോക്സ് വരയ്ക്കാത്ത പ്ലെയിന്, മാസ്, റേഡിയസ്, FC/ω², അതായത് ഫോഴ്സ്, പിന്നെ ലെങ്ത്ത്, പിന്നെ കപ്പിള് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി. അപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിനെ MA ബാക്കി എല്ലാത്തിനും അറിയാം, റേഡിയസ് എല്ലാത്തിനും അറിയാം. ഇത് തമ്മിൽ ഗുണിച്ച് ഇവിടെ എഴുതി. ലെങ്ത്ത് റെഫറൻസ് പ്ലെയിനിന് നമ്മൾ 0 ആയിട്ടാണ് എടുക്കുന്നത്. ബാക്കി എല്ലാത്തിനും 0.6, 1.2, 1.8 എന്ന് പറഞ്ഞ് എടുത്തു. മീറ്ററിലാണ് എടുക്കുന്നത്. അങ്ങനെയാണ് യൂണിറ്റ് കൺവേർഷൻ വന്നത്. പിന്നെ കപ്പിളെന്ന് പറയുന്ന നേരത്ത് 0.7 ഇത് രണ്ടെണ്ണം തമ്മിൽ ഗുണിച്ചെഴുതി. അപ്പോൾ ഇതും കിട്ടി. അപ്പോൾ ഈ 3 എണ്ണം വെച്ചിട്ട് നമ്മളിവിടെ എഴുതുന്നു. അസ്യൂമിങ് പ്ലെയിന് B to be ഹോറിസോണ്ടൽ. ബീനെ ഹോറിസോണ്ടലായിട്ട് എടുക്കാൻ നേരത്ത് ഏതാണ്ട് ഈ ഒരു സംഭവം പോലെ വരും. അപ്പോൾ ഇങ്ങനെ വിചാരിക്കാൻ നേരത്ത് നമുക്ക് ജസ്റ്റ് ഞാൻ ഈ ഒരു വാല്യൂസിനെ എടുത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്കെയിൽ ചെയ്തു. 0.3 ആയിട്ട് സ്കെയിൽ ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിനെ വരച്ചു. 0.75 ഉള്ളതിനെ ഡിവൈഡഡ് ബൈ 0.3 ചെയ്യാൻ നേരത്ത് എനിക്കൊരു വാല്യൂ കിട്ടും. അത് വെച്ച് ഞാനിത് വരച്ചു. ഇതിനെ O' എന്ന് കൊടുത്തു, ഇതിനെ B' എന്ന് കൊടുത്തു. അപ്പോൾ ഇതാണ് B', അതായത് B എന്നുള്ള വരാം. അതിനുശേഷം കോമ്പസിൽ 1.2 അതായത് സ്കെയിൽ ബൈ 0.3 ചെയ്യാൻ നേരത്ത് ഒരു വാല്യൂ കിട്ടി. അത് വെച്ചിട്ട് ഇതിനെ റിപ്രസെൻറ്റ് ചെയ്ത് ഇവിടെ വരച്ചു, ഇതിനെ റിപ്രസെൻറ്റ് ചെയ്ത് ഇവിടെ വരച്ചു. അപ്പോൾ ഇതും കിട്ടി. അപ്പോൾ ഈ B' കിട്ടി, C' കിട്ടി, D' കിട്ടി. എന്നിട്ട് ഇതിനെ ഞാൻ അങ്ങനെ പാരലൽ കൊണ്ടുവന്ന് ഇവിടെ വരച്ചു. സ്പേസ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ആംഗിൾ C' അങ്ങനെ പാരലൽ കൊണ്ട് ഇവിടെ വരച്ചു, D' അങ്ങനെ പാരലൽ കൊണ്ടുവന്ന് താഴെ വരച്ചു. അപ്പോഴത്തേക്കും എനിക്ക് ഇത് 3 എണ്ണം കിട്ടി. ഇത് 3 എണ്ണം കിട്ടി. അപ്പോൾ ഈ 3 എണ്ണം കിട്ടിയതിൻ്റെ അകത്ത് ആംഗിൾ വെച്ചിട്ട് ഞാൻ എന്തോന്ന് വരച്ചു? ഫോഴ്സ് പോളിഗൺ വരയ്ക്കുക. ഫോഴ്സ് പോളിഗൺ വരയ്ക്കാൻ നേരത്തെ ഈ ഫോഴ്സിൻ്റെ ബോക്സ് ഉണ്ട്. ഞാൻ 1.25ഉം 1നും 0.6നും എല്ലാം കൂടെ നല്ലൊരു വാല്യൂക്ക് സ്കെയിൽ ചെയ്തു. അപ്പോൾ 0.2 എടുത്താൽ മതിയായിരുന്നു. 0.2 എടുത്ത് സ്കെയിൽ ചെയ്തു. 0.2 എടുത്ത് സ്കെയിൽ ചെയ്തിട്ട് 1.2 ബീൻ്റെ അടുത്ത് ബി വരച്ചു. ഇത് ആക്ച്വലി ഇങ്ങനെയാണ്. ബി വരച്ചു. ബി വരച്ചതിന് ശേഷം ഇത് സീൻ്റെ അടുത്ത് സി വരച്ചു, അതായത് ഇതിൻ്റെ. പിന്നെ അതിന് ശേഷം ഡി എടുത്ത് വരച്ചു. അപ്പം മിച്ചം വന്നില്ലേ? ഇതാണ് എന്തോന്ന്? 0.1 mm. അപ്പോൾ ഇത് അളന്നു, യൂണിറ്റ് കൺവേർഷൻ ചെയ്തു. അപ്പോൾ 0.51 kg/m എന്നായി. അപ്പോൾ അതിനുശേഷം ഞാൻ എന്തോന്ന് ചെയ്തു? 0.1 mm = 0.51 എന്നിട്ടു. അതിനുശേഷം MA = ഇപ്പുറം കൊണ്ടുപോയപ്പോൾ MAയുടെ വാല്യൂ കിട്ടി 5.1 kg.
അപ്പോൾ അത് കിട്ടി. എന്നിട്ട് ഈ സംഭവത്തിനെ നേരെ കൊണ്ടുവന്ന് സ്പേസ് ഡയഗ്രത്തിൽ കൊണ്ടുവന്ന് കയറ്റി വരച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് എന്തോന്ന് കിട്ടി? ഈ ആംഗിളും കിട്ടി. ഇനിയിപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എന്തോന്നാണ് ചോദ്യത്തിൽ? മാസ് എ കണ്ടുപിടിക്കുക. അപ്പം ചോദിച്ചിരിക്കുന്നത് എന്താ? മാസ് എ കണ്ടുപിടിക്കുക, പിന്നെ അതിൻ്റെയൊക്കെ 4 മാസിൻ്റെ ഇടയ്ക്കുള്ള ആംഗുലർ സെറ്റിങ്ങും കണ്ടുപിടിക്കുക. അപ്പം ചോദ്യം അതാണ്. അപ്പോഴത്തേക്കും നമുക്ക് മാസ് എ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ എഴുതുക മാഗ്നിറ്റ്യൂഡിങ് ഓഫ് ബാലൻസിങ് മാസ് എ എന്ന് പറഞ്ഞ് 5.1 കിലോഗ്രാം എന്ന് എഴുതുക. അതിനോട് ബാലൻസിങ് മാസ് മാസ് എ എന്ന് പറഞ്ഞാൽ 5.1 കിലോഗ്രാം എന്ന് പറഞ്ഞ് എഴുതുക. എഴുതി വെച്ചു. പിന്നെ അസ്യൂമിങ് ബി ആസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, അതായത് അവർ നമ്മളോട് ആംഗുലർ സെറ്റിംഗ് ചോദിച്ചിട്ടില്ലേ? അസ്യൂമിങ് ബി ആസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ മെഷറിങ് ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. മെഷറിങ് ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് ബി ടു സി, ബിന്ന് സിയിലേക്കുള്ള ദൂരം, ബിന്ന് സിയിലേക്ക് 120 ഡിഗ്രി എത്രയാണോ കിട്ടിയ അത്രയും. സി ടു എ, സിന്ന് എയിലേക്ക് എത്രയാണോ കിട്ടിയ അത്രയും. എയിന്ന് ഡിയിലേക്ക് എത്രയാണോ കിട്ടിയ അത്രയും. എന്നിട്ട് അതിൻ്റെ റിമൈനിങ് ഡിന്ന് ബിയിലേക്ക് എത്രയാണോ കിട്ടിയ അത്രയും. അങ്ങനെ എഴുതിയിട്ട് ഡബിൾ ഡാഷ് കൊടുക്കുക. അത്രേ ഉള്ളൂ ഈ ചോദ്യം. മനസ്സിലായോ? അതായത് എല്ലാം തന്നിരിക്കും, ആംഗിളും തരത്തില്ല, ഏതെങ്കിലും ഒരു മാസും തരത്തില്ല. എന്നിട്ട് ആ മാസും എല്ലാം തമ്മിലുള്ള ആംഗിളും കൂടെ കണ്ടുപിടിക്കാൻ പറയും. അതൊരു അഡ്വാൻസ് ലെവൽ ചോദ്യം. ഇനി അത് കഴിഞ്ഞിട്ട് ഇതും കൂടെ ഉണ്ട്. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5th മോഡൽ സെറ്റാണ്. അതായത് വേറെ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഇത് തന്നെ വല്ലപ്പോഴേ ചോദിക്കാറുള്ളൂ, ഈ 2 തന്നെ. മിക്കപ്പോഴും ചോദിക്കുകയാണെങ്കിൽ ഇതേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഇതും കൂടെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ സെറ്റാണ്. ഞാൻ ഈ 4th ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ചു വിട്ട് പറയാം. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് വെച്ചാൽ ABCD 4 പ്ലെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 പ്ലെയിനിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. എയും സിയും ഡിൻ്റെയാണ് മാസ് തന്നിരിക്കുന്നത്. ബീൻ്റെ മാസ് തന്നിട്ടില്ല. എന്നിട്ട് എയും ബിയും തമ്മിലുള്ള ദൂരം, ബിയും സിയും തമ്മിലുള്ള ദൂരം തന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള മിച്ചം, അതായത് സിയും ഡിയും തമ്മിലുള്ള ദൂരം തന്നിട്ടില്ല. അപ്പം എന്നിട്ട് വേറെ ആംഗിളും അവർ പറഞ്ഞിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ എയും സിയും തമ്മിലുള്ള ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കി ബിയു ആയിട്ടുള്ളതും ഡിയു ആയിട്ടുള്ളതിൻ്റെ ആംഗിൾ തന്നിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് തരാത്തത്. അപ്പോൾ കംപ്ലീറ്റ് ബാലൻസ് ആണെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്ന ആ ബിൻ്റെയും ഡിൻ്റെയും ആംഗിൾ എത്ര, അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് എത്ര, സിയും ഡിയുടെ ഡിസ്റ്റൻസ് എത്ര, മാഗ്നിറ്റ്യൂഡ് ഓഫ് മാസ് ബി എന്ന് പറയുന്ന നേരത്ത് ബീൻ്റെ മാസ് എത്ര എന്ന് പറഞ്ഞാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയാവുന്ന പോലെ നമ്മളിത് വരച്ചു. വരച്ചതിന് ശേഷം ഇതിൻ്റെ ഇതാണെന്ന് മനസ്സിലായി, ഈ ആംഗിൾ ഇല്ലാന്ന് മനസ്സിലായി, ഇത് എക്സാം എടുക്കണമെന്ന് മനസ്സിലായി. അതിനുശേഷം നമ്മൾ ഈ ബോക്സ് വരയ്ക്കുന്നു. പ്ലെയിൻസ് മാസ റേഡിയസ് FC/omega ലെങ്ത് കപ്പിൾ. അതായത് പ്ലെയിൻസ് ABCD എന്ന് എഴുതുന്നു, മാസ് എഴുതുന്നു, MB അറിയത്തില്ല, അതുകൊണ്ട് MB എന്ന് എഴുതുന്നു, റേഡിയസ് എഴുതുന്നു, ഫോഴ്സിൻ്റേത് ഇത് നമ്മളെങ്ങനെ എഴുതുന്നു. അതിനുശേഷം ലെങ്ത് എഴുതാൻ നേരത്ത് നമുക്ക് അവിടെ എന്ത് വേണം? റെഫറൻസ് പ്ലെയിൻ ഏതെടുക്കണമെന്ന് വേണം. എപ്പോഴും നമ്മൾ അൺനോൺ ഇതിനെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ബീനെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തു. അപ്പോൾ ബിക്ക് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്തോന്ന് എഴുതണം? എല്ലാത്തിൻ്റെയും ഡിസ്റ്റൻസ് എഴുതണം. അപ്പം എന്ന് ബി -400 mm, ബിന്ന് സി 500 mm, ബി ടു ഡി എന്ന് പറയുന്നത് 500 + x അല്ലേ? അപ്പോൾ 500 + x എന്ന് പറഞ്ഞ് എടുത്തു. അതിനുശേഷം നമ്മൾ എന്തോന്ന് ലെങ്ത് എന്ന് പറയുന്നത് നമുക്കപ്പോൾ -0.4 ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ, അപ്പോൾ -0.4, പിന്നെ റെഫറൻസ് ടു റെഫറൻസ് എന്ന് പറയുന്നത് 0, പിന്നെ 0.5, പിന്നെ 0.5 + x എന്ന് പറഞ്ഞ് എടുത്തു. അപ്പോൾ ഇതും കൂടെ ഗുണിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇതും കൂടെ കിട്ടി. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനം മിച്ചം വരുന്നത് ചെയ്യാൻ നേരത്തെ നമുക്ക് x കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ ഇത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ സ്പേസ് ഡയഗ്രാം പറഞ്ഞിട്ടുണ്ട്. എയും സിയും 90 ഡിഗ്രിയാന്ന് പറഞ്ഞു. അപ്പോൾ എയും സിയും, അപ്പോൾ അസ്യൂമിങ് പ്ലെയിൻ എ എസ് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ സ്പേസ് ഡയഗ്രാം എയും സിയും മാത്രം വരച്ചു. അതിനുശേഷം എന്തോന്ന് ചെയ്തു? കപ്പിൾ പോളിഗൺ വരച്ചു. കപ്പിൾ പോളിഗൺ വരയ്ക്കണം, സ്കെയിൽ ചെയ്യണം. ഓരോ വാല്യൂ ഏതാണോ ചേരുന്നത് നോക്കിയിട്ട്, അപ്പോൾ 0.02 ചേരുന്നുണ്ടായിരുന്നു. 0.02 വെച്ച് ഡിവൈഡ് ചെയ്ത് നമ്മൾ കപ്പിൾ പോളിഗൺ വരച്ചു. ആദ്യം നമ്മൾ ഒരു പോയിന്റ് എടുത്തു, എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ എയുടെ ഇത് എടുത്ത് വരച്ചു. അതിനുശേഷം ബി ഇല്ല, 0 ആണ്. അതിനുശേഷം സി എന്ന് പറയുന്നത് വരച്ചു. എന്നിട്ട് അവസാനത്തും തുടങ്ങിയത് തമ്മിൽ മുട്ടിക്കാൻ നേരത്ത് നമുക്ക് ഇത് കിട്ടും. അപ്പോൾ അത് വെച്ച് ഞാനിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയത് സെൻറ്റിമീറ്റർ ഇൻറ്റു തിരിച്ച് യൂണിറ്റിലേക്ക് സ്കെയിൽ കൊടുത്തത് വെച്ച് കൺവേർട്ട് ചെയ്തിട്ട് കിട്ടി. ആ ഇക്വേഷൻ ഇത് ചെയ്തപ്പോഴത്തേക്കും സോൾവ് ചെയ്തപ്പോഴത്തേക്കും എക്സിൻ്റെ വാല്യൂ ഇത്രയാന്ന് പറഞ്ഞ് കിട്ടി. ഇത് സിമ്പിൾ അല്ലേ? ഓക്കെ. അതിനുശേഷം എന്തുവാണ് അപ്പോഴത്തേക്കും നമുക്ക് എക്സ് കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഏതാ? ആക്ച്വൽ ഡിസ്റ്റൻസ് വേണ്ടി ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് കിട്ടി. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഫോഴ്സ് പോളിഗൺ വരയ്ക്കണം. ഫോഴ്സ് പോളിഗൺ വരയ്ക്കാൻ നേരത്ത് ഈ ടേബിൾ 0.1 കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞ സ്കെയിൽ ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് 0.1 കിലോഗ്രാം എന്ന് പറഞ്ഞ് ഞാൻ സ്കെയിൽ ചെയ്തു. എന്നിട്ട് ഇത് വരച്ചപ്പം 0 തുടങ്ങി ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ട് വരച്ചു, പിന്നെ സിയിലേക്ക് വരച്ചു, പിന്നെ അവിടെ നിന്ന് താഴേക്ക് ഡിയിലേക്ക് വരച്ചു. ഡി നമുക്ക് ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് ഡീൻ്റെ ഇത് കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇത് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഡി അങ്ങനെയാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ,
ഇവിടെ നിന്ന് കിട്ടി, ഇതാണത്. എന്നിട്ട് അത് വെച്ച് ഇവിടെ നമ്മൾ വരച്ചു. അതിനുശേഷം മിച്ചം വരുന്നതാണ് എന്തോന്ന്, ഇതെന്ന് പറഞ്ഞാൽ ബി. ഇതിൽ നിന്ന് നമുക്ക് ബി കണ്ടുപിടിക്കത്തില്ലേ, ബാലൻസിങ് മാസ് കണ്ടുപിടിക്കത്തില്ലേ ബീൻ്റെ, അങ്ങനെ മാസ് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ ആംഗിളും കിട്ടി. അതാണ് അടുത്ത് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് ഇത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ വരച്ചു. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് നമുക്ക് മാസ് ബി കണ്ടുപിടിച്ചു. അതാണ് മൂന്നാമത്തേത്. ഇനിയിപ്പോൾ നമ്മൾ ഇതും കൂടെ സ്പേസ് ഡയഗ്രാമിൽ കൊണ്ടുപോയി വരച്ചിട്ട് എയിന്ന് ബിയിലേക്കുള്ള ദൂരം എത്ര എന്ന് പറഞ്ഞ് അളന്ന് നമ്മൾ എഴുതി. എയിന്ന് ഡിയിലേക്കുള്ള ദൂരം ക്ലോക്ക് വൈസ് ആണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ അത് നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കാര്യം പറഞ്ഞിട്ട് ഇത്രയാണ് ഡിഗ്രി എന്ന് പറഞ്ഞ് എഴുതുക. അത്രേ ഉള്ളൂ ചോദ്യം. മോഡ്യൂൾ 5 എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതിൻ്റെ അത് ചോദിക്കുവാണെങ്കിൽ ബാലൻസിങ് മാസ് കണ്ടുപിടിക്കാനാണ് അതിൻ്റെ പാർട്ട് എയിലെ ഓറ്. അത് ഒന്നെങ്കിൽ സെയിം പ്ലെയിനിലെ കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലെയിനിലെ കണ്ടുപിടിക്കാൻ പറയും. സെയിം പ്ലെയിനിലെ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നെങ്കിൽ ഇതായിരിക്കും ചോദ്യം. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ മാസ്, റേഡിയസ്, ഫോഴ്സ്, എന്നിട്ട് ഫോഴ്സ് പോളിഗൺ വരച്ച് കണ്ടുപിടിക്കുക. ഫോഴ്സ് പോളിഗൺ വരയ്ക്കാൻ വേണ്ടി നമ്മൾ തന്നിരിക്കുന്ന ആംഗിൾ വെച്ച് നമ്മൾ സ്പേസ് ഡയഗ്രാം കൂടെ വരയ്ക്കണം. അത്രേ ഉള്ളൂ. സ്പേസ് ഡയഗ്രാം പിന്നെ ഫോഴ്സ് പോളിഗൺ, ഇത് രണ്ടാമത്തെ കാര്യം തീരും. ഡിഫറെൻറ്റ് പ്ലെയിൻ ആണെങ്കിലോ നമുക്ക് പ്ലെയിന്, മാസ്, റേഡിയസ്, ഫോഴ്സ്, പിന്നെ ലെങ്ത്, പിന്നെ കപ്പിൾ. ഫോഴ്സ് പോളിഗണും കപ്പിൾ പോളിഗണും വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സ്പേസ് ഡയഗ്രാം വരയ്ക്കുക, കപ്പിൾ പോളിഗൺ വരയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ഫോഴ്സ് പോളിഗൺ വരയ്ക്കുക, കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. ഇനിയിപ്പം ഒരു എക്സ്ട്രീം ലെവലിൽ, ചിലപ്പോൾ ഒരു അഡ്വാൻസ് ലെവലിൽ ചോദിക്കണമെങ്കിൽ ഡിഫറെൻറ്റ് പ്ലെയിനിൽ നിന്ന് ഈ 2 ചോദ്യം ചിലപ്പോൾ ചോദിച്ചേക്കാം. അതാണ് എന്തോന്ന്, മാസ് കണ്ടുപിടിക്കാൻ. സംഭവങ്ങളെല്ലാം തന്നിട്ട് ഇതിൻ്റെ മാസാണ് ഇല്ലാത്തത്, ഇതിൻ്റെ ആംഗിളും ഇല്ലാതെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നാലാമത്തേൻ്റെ വന്നിട്ട് ഇപ്പം എന്നാ പറയുന്നത്, ഒരു മാസ് തരത്തില്ല, അതുപോലെ തന്നെ ഒരെണ്ണം തമ്മിലുള്ള ഡിസ്റ്റൻസ് തരത്തില്ല, ഒരു പ്ലെയിൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് തരത്തില്ല, പിന്നെ ആംഗിളും 2 എണ്ണമൊക്കെ തരത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് ബാക്കി കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ അതും കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഒരു 4 ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ മോഡ്യൂൾ 5 സൂപ്പർ സെറ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഇതാണ് ഈ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ പറഞ്ഞു തന്നത്. ജസ്റ്റ് ഇങ്ങനെ നോക്കുക മാത്രം ചെയ്യാതെ ജസ്റ്റ് നമ്മളൊന്ന് വർക്കൗട്ടും കൂടെ ചെയ്ത് തന്നാൽ ഷുവറായിട്ടും ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ഒരു 2 തവണ ചെയ്ത് നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ 2 തവണ അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഷുവറായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മോമിന് ഏറ്റവും ഒരു പ്രശ്നമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ അറിയാമായിരിക്കും, പക്ഷേ ഒരെണ്ണം ചെയ്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ നേരത്ത് ഓരോന്ന് ചിലപ്പോൾ സ്കെയിൽ എടുക്കുന്നതിൻ്റെ അവിടെ നമ്മൾ ചിലപ്പോൾ സ്റ്റക്ക് ആയേക്കാം. ഓരോ സ്റ്റേജ് വരാൻ നേരത്ത് ചിലപ്പോൾ സ്റ്റക്കാകാൻ നേരത്ത് നമ്മൾ ചിലപ്പോൾ അത് ബാക്കി ചെയ്യുമായിരിക്കും, പക്ഷേ നമ്മൾ ഒരുപാട് ടൈം ആയിപ്പോകും. അങ്ങനെ ഒരുപാട് ടൈം ആയി പോയി കഴിയുമ്പോഴത്തേക്കും ബാക്കി മോഡ്യൂളൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ 3 മണിക്കൂറാണ് എക്സാം. അതിൻ്റെ അകത്ത് പാർട്ട് ബി വന്നിട്ട് ഓരോ മോഡ്യൂൾ അരമണിക്കൂർ വെച്ച് തീർത്താൽ 2.5 മണിക്കൂർ കൊണ്ട് 5 മോഡ്യൂൾ തീർക്കാൻ പറ്റും. ബാലൻസ് കിട്ടുന്ന അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ പാർട്ടേ തീർക്കുക. അങ്ങനെയുള്ള രീതിയിൽ വേണം നോക്കാനായിട്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ് മോം. അപ്പോൾ മോഡ്യൂൾ 5 ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ.